ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഗംഭീരമായിട്ടുള്ള വ്ളോഗാണ് വരാൻ പോകുന്നത്. ഇന്നിപ്പം ഞാൻ ഇങ്ങോട്ടേക്കാ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പിറന്നാൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നത് പഴശ്ശി ഡാമല്ല, പകരം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തോടാണ്, റോഡാണ്. നമ്മളിവിടെ തോട്ടയുടെ ഭാഗത്തുള്ള ഒടുക്കത്തെ മഴയാണ്, നിൽക്കാത്ത മഴ. അപ്പം പിന്നെ റോഡിനെ കുറ്റം പറഞ്ഞ കാര്യമൊന്നുമില്ല, എങ്ങനെയായാലും റോഡ് തോടായിട്ടില്ലെങ്കിലേ അതിശയുള്ളൂ. ഇനി മഴ നനഞ്ഞ കോയിനെ പോലെ നിൽക്കുന്ന ഇവർ രണ്ടാളുമാണ് കീർത്തനയും ജിജുവേട്ടനും. ഇവളെന്തിനാ ഒരുങ്ങി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാനും അവളെല്ലാം കൂടിയിട്ടാണ് പിറന്നാൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ എളിമയുള്ള കുട്ടീൻ്റെ ഈ അരുമയായ ജീപ്പിലാണ് നമ്മൾ എല്ലാവരും കൂടി പോകാൻ പോകുന്നത്. നമ്മൾ ഈടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കൊളാക്കാൻ വേണ്ടിയിട്ട് മഴ പെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ലേ തോട്ടയുടെ ഭാഗത്ത് ഭയങ്കര മഴയാണെന്ന്. നമ്മളെ കീയാൻ തുടങ്ങിയേരം മുതൽ പെയ്യുന്ന മഴയാന്ന്, പരിപാടി തീരുന്നവരെയും മഴ തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള നിതിനേച്ചിന്റെ പിറന്നാളാണ്. ഒരു പിറന്നാളെല്ലാവുമ്പോൾ ആദ്യം ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് കേക്ക്. അപ്പം നമ്മളിപ്പം പോകുന്നത് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും വണ്ടിയിൽ ഇരുത്തിയിട്ട് കുറച്ച് ഉത്തരവാദിത്ത ബോധമുള്ള ഞാനും കീർത്തനയും സന്ദീച്ചയും കൂടിയിട്ടാണ് കേക്ക് വാങ്ങാൻ പോയിട്ടുണ്ടായത്. അതായത് ഈ ഫുഡിനെ പറ്റിയെല്ലാം കുറച്ച് അവബോധം വേണമല്ലോ വാങ്ങുമ്പം. നമ്മൾ തോട്ടടക്ക് തന്നെയുള്ള ഒരു ഷോപ്പിലാണ് പോയിട്ടുണ്ടായത്. അതായത് കേക്ക് ആൻഡ് കഫേ എന്നാണ് തോന്നുന്ന പേര്, ഞാൻ മറന്നുപോയി. എന്തായാലും ആടെ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത്. ആടെ ഒന്നും രണ്ടും കേക്കൊന്നും അല്ല കേട്ടോ, കുറേ വെറൈറ്റീസ് ഓഫ് കേക്ക് ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു കേക്ക് മാത്രം മതിയല്ലോ, അതുകൊണ്ട് ഒന്നേ വാങ്ങിയിട്ടില്ലോ, ഇല്ലെങ്കിൽ നമ്മളവിടെ മലമറിച്ചേനെ. പിന്നെ സ്വയം കൺട്രോളിലവർ മാത്രം അങ്ങോട്ടേക്ക് പോയാൽ മതി. ആ ചില്ലും കൂട്ടിൽ നിരത്തി വെച്ച കേക്ക് കണ്ട ആർക്കായാലും ഒന്ന് കൺട്രോൾ വിട്ടു പോകും. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ നേരത്തെ അവരോട് പറയുന്നതാണെങ്കിൽ അവരാടെ നമുക്ക് കേക്ക് മുറിക്കാനുള്ള സെറ്റപ്പെല്ലാം ആക്കി തരും. നമ്മൾ പക്ഷേ ഈ മഴയത്ത് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് കടപ്പുറത്തായിരുന്നു പാർട്ടി ഒരുക്കിയത്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം വാങ്ങി പൈസയെല്ലാം കൊടുത്തിട്ട് ആടെ നിന്ന് കഴിഞ്ഞു. ജീപ്പിലായതുകൊണ്ടും ജീപ്പിൽ നല്ല ആൾത്തിരക്കുള്ളത് കൊണ്ടും സേഫായ സ്ഥലം എൻ്റെ മടിയിലായതുകൊണ്ട് ഞാനാണ് കേക്ക് പിടിച്ചിട്ടുണ്ടായത്. അതുകൊണ്ട് കേക്കിനൊന്നും പറ്റാണ്ട് അവിടെ എത്തി. പിന്നെ ആടെ നടന്നത് ചരിത്രം. ഇവരെ ഈ ആകാശത്തേക്ക് നോക്കിയിട്ടുള്ള നിപ്പും നമ്മളെ ഈ പമ്മിയുള്ള വരവും കണ്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ? അതെ ഗൈസ്, നമ്മൾ നിങ്ങളെ പറ്റിച്ചു. വെൽ പ്ലാനിങ്ങോട് കൂടി നടന്ന നമ്മളെ പരിപാടി എന്തോ ഒരു പാളിച്ചയോടുകൂടി തകർന്നടിഞ്ഞു. സമ്മതിക്കില്ല, നമ്മൾ പ്ലാനിങ് തകർന്നാലും കുറെ മഴ കൊണ്ടതല്ലേ. വീഡിയോ മുഖ്യം ബിഗിലേ, നമ്മൾ വീണ്ടും നിതിനേച്ചിനെ കൊണ്ട് അഭിനയിപ്പിച്ചു, സർപ്രൈസ് ആവുന്ന പോലെ. ആർട്ടിസ്റ്റ് ആകാശ് കൊടയും പിടിച്ച് നിഷ്കളങ്കമായി നിൽക്കുന്നത് ഇപ്പം കേക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ കേക്കെല്ലാം മുറിച്ച് നമ്മൾ തന്നെ കേക്കും തിന്നിട്ട് കുറച്ച് റീൽസും എടുത്ത് കടപ്പുറം അലമ്പാക്കിയിട്ട് നമ്മൾ ആടുന്ന് വീട്ടിലേക്ക് വന്നു.